മാംഗല്യം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഓ, വന്നോ ഊരുതണ്ടി രാഷ്ട്രീയക്കാരൻ? ഹരി പറയുന്നതൊക്കെ കേട്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന അവളുടെ മുന്നിലേക്കാണ് ആൽബി മോളുമായിട്ട് ബുള്ളറ്റ് കൊണ്ടുവന്ന് നിർത്തിയത്. വണ്ടി ഇരപ്പിച്ച് നിൽക്കുന്ന ശബ്ദമായതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതങ്ങോട്ട് ആൽബിക്ക് വ്യക്തമായില്ല. എന്നാലും പെണ്ണിന്റെ മുഖവും ഭാവവും കൊണ്ട് തന്നെ പറഞ്ഞതെന്തായാലും നല്ലതല്ല എന്നവന് മനസ്സിലായി. അപ്പോഴേക്കും അവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് അകത്തേക്ക് കയറിപ്പോയവനും തിരിച്ച് വരാന്തയിലേക്ക് എത്തിയിരിക്കുന്നു. കണ്ണു, ദേ തു തു തോക്കളേത്ത്. അതുവരെ മാമാ പൊന്നെ ചക്കരി എന്നൊക്കെ പറഞ്ഞ് ബുള്ളറ്റിൽ ഇരുന്നവൾ ഒറ്റ ചാട്ടമായിരുന്നു മുന്നിൽ നിൽക്കുന്ന കൺമണിയുടെ കയ്യിലേക്ക്. ഊവ, നിന്റെ ചോക്ലേറ്റ്. എന്റെ അടുത്തോട്ടൊന്നും നീ വരണ്ട. ഞാനങ്ങ് നിന്നെ എടുക്കില്ല. മുട്ടായി വാങ്ങിത്തരാ എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊന്നും പറയാതെ പോലും ഈ രാഷ്ട്രീയക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയ സാധനമല്ലേ നീ. അതുകൊണ്ട് നീ എന്നോടൊന്നും മിണ്ടണ്ട. ചാടി വന്ന പെണ്ണിനെ ഇടുപ്പിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അവളുടെ മുഖത്തെ ചോക്ലേറ്റും തുടച്ചു കൊടുത്തുകൊണ്ടൊക്കെയാണ് പരാതിയും പിണക്കവും ഒക്കെ പറഞ്ഞത്. രാഷ്ട്രീയക്കാരനോ? ആരാടി നിന്റെ രാഷ്ട്രീയക്കാരൻ? വണ്ടിൽ നിന്നിറങ്ങിയവൻ വന്നവളുടെ ചെവിയിൽ പിടിച്ചു. ദേ രാഷ്ട്രീയക്കാരാ, കൂടുതൽ വല്ലതും പറയാൻ വന്നാലുണ്ടല്ലോ. പെണ്ണവന്റെ കൈ തട്ടിമാറ്റി ഇപ്പുറത്തേക്ക് മാറും മുന്നേ തന്നെ ചോക്ലേറ്റ് പടർന്ന കൈയും കൊണ്ട് കുഞ്ഞൊരടി ആൽബിക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. ഡീ! ആൽബി അത് ഞെട്ടലോടെയാണ് വിളിച്ചതെങ്കിൽ പിന്നിലൂടെ വന്ന ഹരി ഇത്തിരി ദേഷ്യത്തോടെയാണ് കുഞ്ഞിനെ വിളിച്ചത്. ആ സമയത്താണ് പൂവും ഹരിയെ കാണുന്നത്. വലിയവരെ തല്ലരുതെന്ന് പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അവന്റെ നോട്ടം കണ്ടതും പെണ്ണ് മണിക്കുട്ടിയുടെ കഴുത്തിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ച് മുഖം താഴ്ത്തിയിരുന്നു. എന്താ പൂവെ കാണിച്ചേ? പൂവും പൊട്ടുമൊന്നും ഒന്നും ചെയ്തില്ല. ചുമ്മാ എന്റെ കുഞ്ഞിനോട് ദേഷ്യപ്പെടണ്ട. അഥവാ എന്റെ ഗാർഡിയന് ദേഷ്യപ്പെടാൻ അത്രയ്ക്കും മുട്ടി നിൽക്കുകയാണെങ്കിൽ ഈ പിള്ളേരെ പിടുത്തക്കാരൻ രാഷ്ട്രീയക്കാരനോട് ദേഷ്യപ്പെട്. കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തേക്ക് ഇത്തിരി വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് പെണ്ണ് ഹരിയെ ഒന്ന് നോക്കി. അതേസമയം കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ അതേ മുഖത്തോടെ ഇത്തിരി വലിയൊരു പെണ്ണ് കാര്യം പറയുന്ന പോലെയാണ് ഹരിക്ക് തോന്നിയത്. കൺമണി, മുതിർന്നവരെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? പെട്ടെന്ന് അവന്റെ ശാസനയുടെ മുന അവൾക്ക് നേരെയായി. ഞാനില്ല പൊന്നിരച്ഛനോട് തല്ലുകൂടാൻ, ഞങ്ങള് പോവാ. പറയുന്നതിന്റെ ഒപ്പം തന്നെ രണ്ടുപേരെയും മുഖവും മുഖവും കാണിച്ചുകൊണ്ട് അവൾ കുഞ്ഞുമായിട്ട് നടന്നു. ആരെങ്കിലും 2 ചോക്ലേറ്റ് വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ എല്ലാം മറന്നങ്ങ് ഇറങ്ങി പൊക്കോണം. ഇനി എങ്ങാനും മന്നോട് ചോദിക്കാതെ എവിടെയെങ്കിലും നീ പോ. നിനക്ക് പിന്നെ ഞാൻ ഓലക്കാൽ വെച്ച് ഒരു കളിപ്പാട്ടവും ഉണ്ടാക്കി തരത്തില്ല. മണിക്കുട്ടി ഭീഷണി പോലെ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം മാറി. നോ കണ്ണു, അങ്ങനെ തെയ്യല്ലേ. കണ്ണുവിന്റെ പൊന്നു പാവല്ലേ. ചുണ്ടൊക്കെ പുളുത്തിയുള്ള ആ ചോദ്യം കേട്ടതും മണിക്കുട്ടി ഒരിത്തിരി അയഞ്ഞു. ഓക്കെ, ഈ തവണ ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇനി ആ രാഷ്ട്രീയക്കാരുടെ കൂടെ എവിടെയെങ്കിലും പോകുന്നത് കാണട്ടെ. പിന്നുണ്ടല്ലോ, പിന്നെ ഞാൻ നിന്നോട് മിണ്ടില്ല, നോക്കിക്കോ. ഓ, നാം മയന്നുപോയി. രാത്രിക്കാരൻ നമ്മുടെ സത്തു അല്ലേ? എന്റെ പൊന്നു ദൈവങ്ങളെ, നേരെ ചൊവ്വേ ശത്രു എന്ന് പറയാൻ അറിയാത്തൊരു തേരാളിയെ കൊണ്ടാണല്ലോ എന്റെ നടത്തം. പെണ്ണ് തലക്കടിച്ച് ഇച്ചിരി നടന്നതും പൂവ് അവളുടെ ഇടുപ്പിൽ കാലുകുത്തി ഇച്ചിരി പൊങ്ങി പിന്നിലേക്ക് നോക്കി. പൂവേ, വീഴും. മണിക്കുട്ടി അവളുടെ കാലിൽ പിടിച്ചു. രാധികാര, നമ്മ സത്തുവാണ്. അവള് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടതും അതുവരെ അവരെ തന്നെ നോക്കി നിന്ന അരിയും ആൽബിയും പരസ്പരം നോക്കി. എന്തടി കൊച്ചുകുറുമ്പി? അവൾ പറഞ്ഞത് മനസ്സിലാവാതെ മുണ്ടു മടക്കി കുത്തി ആൽബി ഇത്തിരി മുന്നിലേക്ക് നടന്നതും രാഷ്ട്രീയക്കാരൻ ഞങ്ങളുടെ ശത്രുവാണെന്നാ മോള് പറഞ്ഞത് എന്ന് പറഞ്ഞു പെണ്ണ് കുഞ്ഞുമായി ഒരൊറ്റ ഓട്ടമായിരുന്നു. അത് കേട്ടതും ആ നേരം വരെ അവളെ കെട്ടിപ്പിടിച്ചു കൊടുത്ത ഉമ്മയും മാമാവിളിയും ഓർത്ത് വല്ലാത്തൊരു മുഖത്തോടെ ആൽബി നോക്കി. എന്താടാ? തന്നെ വല്ലാത്തൊരു മുഖത്തോടെ നോക്കുന്നവനെ നോക്കി ഹരി ചോദിച്ചു. നിന്റെ മോള് വലുതായിട്ട് വേറെ ഒന്നും ആയില്ലെങ്കിലും രാഷ്ട്രീയക്കാരിയാകുമടാ. അപ്പപ്പോൾ കണ്ടവനെ അപ്പാന്ന് വിളിക്കാൻ അവൾക്ക് നല്ല കഴിവാ. എന്നാലും എന്റെ 4 കിൻഡർ ജോയ് സ്വാഹ. അത് കേട്ടതുമല്ല അവന്റെ മുഖം കണ്ട് ഹരി ഉറക്കെ ചിരിച്ചുപോയി. നീ ചിരിക്കടാ ചിരിക്ക്. അല്ല, ഓൾഡ് പീപ്പിൾസിനെ ഒന്നും കാണുന്നില്ലല്ലോ. ഹരിക്ക് പിന്നാലെ അകത്തേക്ക് കയറിയവൻ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവരെല്ലാം കൂടി എന്തോ പറഞ്ഞ് പുറത്തേക്കിറങ്ങിയതാ. കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. അതൊക്കെ വിട്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതൊക്കെ പറയാം. അതിനു മുന്നേ നീ ഇത് പറ, എന്തായി അവളുടെ പഠിത്തം? നാളെ മുതൽ പോകുക ആശാട്ടി. ഫീസായിരുന്നു പ്രശ്നം. ഹരി ആൽബിക്ക് എതിർവശം വന്നിരുന്നു. ഫീസ് അടച്ചത് ആരാന്നവൾ ചോദിച്ചില്ലേ? ആൽബിക്ക് അതായിരുന്നു അറിയേണ്ടത്. പിന്നെ ചോദിക്കാതെ. ഞാൻ അതൊരു സന്നദ്ധ സംഘടന എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ആശ്വസിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവൾ വിശ്വസിച്ചിട്ടുണ്ടാകുമോ?
ആൽബിയുടെ കണ്ണു ചുരുങ്ങി. അതിപ്പോ നിന്നെപ്പോലുള്ള രാഷ്ട്രീയക്കാരൻ ആണത് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ചിലപ്പോൾ സംശയം തോന്നിയേനെ. ഇതിപ്പോ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഏതാണ്ടൊക്കെ വിശ്വസിച്ച മട്ടാണ്. ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവൻ അത് പറഞ്ഞതെങ്കിലും ആൽബിയുടെ മുഖം കേറി അങ്ങ് വീർത്തു. എടാ മരമോറ, അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിനെ ദേഷ്യപിടിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരനെന്ന് വിളിക്കുന്നതിൽ പുകഞ്ഞിരിക്കുവാ ഞാൻ. അതിനിടയ്ക്ക് നീ കൂടി ഉണ്ടാക്കാൻ വരല്ലേ. ചേടാ, ഒരു രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയക്കാരൻ എന്ന് വിളിക്കുന്നത് തെറ്റാണോ? ആര് പറഞ്ഞു തെറ്റാണെന്ന്? കാരണം അത്രയും ഫീസ് കൊണ്ടുപോയി നീ ഒരു കോളേജിൽ അടച്ചിട്ട് അത് പിന്നെ ഒരു സന്നദ്ധ സംഘടനയുടെ പേരിൽ കൊണ്ടുപോയി മറയ്ക്കുന്നത് തെറ്റാവാത്ത കാലത്തോളം ഇതൊന്നും ഒരു തെറ്റുമല്ല. മുണ്ടു മടക്കി കുത്തി അവൻ എഴുന്നേറ്റതും ഹരിയുടെ കണ്ണ് വെപ്രാളപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോയി. മിണ്ടാതിരി ആൽബി, അതെങ്ങനെ അവൾ കേട്ടാൽ ഇപ്പൊ പഠിക്കാൻ പോകാമെന്ന് ചിന്തിച്ച മനസ്സും കൂടി കളഞ്ഞിട്ട് പെണ്ണ് അധ്വാനിച്ച് ആദ്യം എനിക്ക് ആ കാശ് തരാൻ തുടങ്ങും. ആ അഭിമാനം ആവശ്യത്തിലധികം കൂടുതൽ ദുരഭിമാനമായി കൊണ്ടു നടക്കുന്ന സാധനം അത്. അതുകൊണ്ട് അറിയാതെ പോലും നിന്റെ നാവിൽ നിന്ന് അവൾക്ക് ഫീസ് അടച്ചത് ഞാനാണെന്ന് വീഴല്ലേ. പെണ്ണ് ചിലപ്പോ പഠിത്തമേ അങ്ങ് നിർത്തിക്കളഞ്ഞേക്കും. മോൻ എന്താ മോനെ അമ്മയെ വിളിക്കാത്തെ? കരഞ്ഞും മൂക്ക് വിഴിഞ്ഞും കൊണ്ടൊക്കെയാണ് ശാരദയുടെ ചോദ്യം. വിളിച്ചിട്ടിപ്പോ എന്തിനാ? ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവൻ മുഷിവോടെ കയ്യിലിരുന്ന ഫോൺ ടേബിളിലേക്ക് വെച്ച് ഉടുത്തിരുന്ന കൈ മാറ്റി വേറെ ഒന്ന് ഉടുത്തു. നീ പറഞ്ഞതൊക്കെ തന്നെയല്ലേ മോനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം, അതിന് ആദ്യം എനിക്കിവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണ്ടേ? എന്നാലല്ലേ അവളെ പോയി കാണാനും വിളിച്ചോണ്ട് വരാനും ഒക്കെ പറ്റത്തുള്ളൂ. നിസ്സഹായ അവസ്ഥയിൽ ചുറ്റും നോക്കിക്കൊണ്ട് അവരാ സോഫയിലേക്കിരുന്നു. പിന്നെ കളക്ടർ ഉദ്യോഗമല്ലേ നിങ്ങൾ അവിടെ ചെയ്യുന്നേ? എന്താ തള്ളേ, ഒരു ദിവസം അവധി കിട്ടത്തില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അമേരിക്കയുടെ പണിയിൽ നിന്ന്? വലിച്ചെടുത്ത കൈലി ശരിയാവാത്തതുകൊണ്ട് അവിടെ കിടന്ന ഒരു തോർത്തും എടുത്ത് വരുന്ന വഴിക്ക് വാങ്ങിച്ച ഒരു പാക്കറ്റ് നാരങ്ങ അച്ചാറുമായി അവൻ മുന്നിലെ കുപ്പിയിലേക്ക് പടച്ചിരുന്നു. എന്റെ പൊന്നു മോനെ, അതൊരു അബദ്ധം പറ്റിയതാ. അന്ന് കാശ് കിട്ടേണ്ട വഴിക്ക് ഇവര് പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാതെയും കാണാതെയും അങ്ങ് തലയാട്ടി സമ്മതിച്ചിരുന്നു. പിന്നെ പെണ്ണാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അവൾക്ക് ഈ അവധിയോടൊന്നും ആവശ്യമില്ലല്ലോ എന്നും ചിന്തിച്ചു. അതാ എനിക്കിപ്പോ കുരുവായി കിടക്കുന്നത്. ഇവിടെ ആങ്ങളയുടെ വീട് വരെ പോകാനുള്ള സമയം പോലും അകത്തുള്ള താടക തരത്തില്ല. എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് ഈ 10-40 ദിവസം കൂടി കഴിഞ്ഞാ ഉണ്ടല്ലോ. അവര് പലതും മനസ്സിൽ ഉറപ്പിച്ച പോലെ പല്ലിറുമി. നിങ്ങൾ എന്ത് ചെയ്യുവോ ഏത് ചെയ്യുവോ അതൊന്നും എന്റെ പ്രശ്നമല്ല. അജിത്ത് നാട്ടിൽ വരുമ്പോൾ അവൾ വീട്ടിലുണ്ടാവണം. ഇതിപ്പോ എന്റെയും നിങ്ങളുടെയും ഒക്കെ നല്ല സമയമായതുകൊണ്ടാ അവൻ ബാംഗ്ലൂരിൽ പെട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. പറയുന്നതിനൊപ്പം അവൻ കുപ്പി മുഴുവനായും വായിലേക്ക് കമഴ്ത്തി. അറിയാം മോനെ, പക്ഷെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുവടാ? അയ്യോ, ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ ചെയ്തു തരല്ലേ. നിങ്ങൾ ചെയ്ത് എന്റെ അവസ്ഥ ഇവിടം വരെയായി. മോനെ, ഇന്ന് വരെ ഇതല്ലാതെ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ ഇഷ്ടത്തിന് തന്നെയല്ലേ അമ്മ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോ പറ്റിപ്പോയടാ. ഇന്ദ്രന്റെ പിണക്കവും അവഗണനയും ഒന്നും ശാരദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ പറ്റിപ്പോയി എന്ന് പറയാതെ ആദ്യം അത് തിരുത്താൻ നോക്ക് സ്ത്രീയെ. അല്ലാത്ത പക്ഷം അജിത്ത് വന്ന് പെണ്ണ് ചോദിക്കുമ്പോൾ മറുപടി നിങ്ങൾ പറഞ്ഞോണം. അയ്യോ, അവനോടാ? അവനെ എനിക്ക് പേടിയാ മോനെ. ഒരിക്കൽ അവന്റെ മുന്നിൽ വെച്ച് മണിക്കുട്ടിക്ക് ഒരു അടി കൊടുത്തപ്പോൾ കയ്യിലിരുന്ന ഗ്ലാസ് ചുവരിലേക്ക് എറിഞ്ഞ് തന്നെ പേടിപ്പിച്ചവനെ അവരാ നിമിഷം ഓർത്തു. ആ ആ പേടി മനസ്സിലുണ്ടായാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ തനിയെ ചെയ്തോളും. അപ്പോഴേക്കും അവന്റെ ശബ്ദം കുഴഞ്ഞു തുടങ്ങിയിരുന്നു. മക്കളെ, നീ എവിടെങ്ങാണ്ട് പോയിട്ട് വന്നു എന്നല്ലേ പറഞ്ഞേ? എന്നിട്ടൊന്നും കഴിക്കുക പോലും ചെയ്യാതെ ആ വിഷമെടുത്ത് കമത്തുകയാണോടാ അവിടെ? ചെക്ക ചങ്കും കരളും വാടിപ്പോകും. അവന്റെ മാറിയ ശബ്ദം കേട്ടതും ചെറുക്കൻ കള്ളു കുടിക്കുകയാണെന്നവർക്ക് മനസ്സിലായി. മോനെ പെട്ടെന്ന് ഉപദേശിക്കാൻ തുടങ്ങി. തേതാളെ, കൂടുതൽ തന്നെ ഉപദേശം നന്നാക്കാൻ വരല്ലേ. ആദ്യം ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്യാൻ നോക്ക് നിങ്ങൾ. എന്നിട്ട് മതി നിങ്ങളുടെ ഈ കവലപ്രസംഗം. അവർക്ക് നേരെ ഒരു ചാട്ടവും കൂടി ചാടിക്കൊണ്ട് അവൻ ഫോൺ ഓഫ് ചെയ്തു വെച്ച് ബാക്കി മുഴുവനും വായിലേക്കിട്ട് മടമടാ കുടിച്ചു. ന്യൂഡിൽസ് സൂപ്പറാ കണ്ണു. ഓരോരോ നൂലിഴയും എടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ടവൾ കുഞ്ഞി കൈകൊണ്ട് സൂപ്പർ കാണിച്ചു. ഊവ, സൂപ്പർ. നൂഡിൽസ് കഴിക്കാൻ മാത്രം അവൾക്ക് സൂപ്പർ. ഇത് വല്ല ദോശ ഇഡലിയും കൊടുക്കുമ്പോൾ പറയുന്നില്ലല്ലോ. അവളുടെ പാത്രത്തിൽ നിന്ന് തന്നെ ഇത്തിരി എടുത്ത് കഴിച്ചുകൊണ്ട് മണിക്കുട്ടി മുഖം വീർപ്പിച്ചു. അത് കണ്ണു, പൂന് ന്യൂഡിൽസ് ഇഷ്ടായോണ്ടല്ലേ. തന്റെ ചുണ്ടിൽ കൈവച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് ആ കൈവെള്ള മണിക്കുട്ടിയുടെ കവളിലേക്ക് വെച്ചുകൊണ്ട് പെണ്ണ് കുലുങ്ങി ചിരിച്ചു. സോപ്പിടാൻ ഇവളിലും പറ്റിയ ആള് ഈ ലോകത്ത് വേറെ എവിടെയുമില്ല. അത്രയും നേരം മുഖം വീർപ്പിച്ചിരുന്നവൾ പെട്ടെന്ന് അവളുടെ ഇരു കവളിലും ഉമ്മ കൊടുത്തുകൊണ്ട് ചിരിച്ചു. അങ്ങനെ രണ്ടും കൂടി കഴിച്ചും കുടിച്ചും അകത്തിരിക്കുന്ന നേരത്താണ് പുറത്ത് ഹരി എത്തുന്നത്. ജമ്പനും തുമ്പനും എന്തിയാ സീതമ്മേ? അകത്തേക്ക് കയറുന്ന വഴി
ഹരി പുറത്തിരിക്കുന്ന സീതമ്മയോട് ചോദിച്ചു. അടയും ചക്കരയും ഒട്ടിയൊട്ടി അവിടെ ഇരിപ്പുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെ അവര് കയ്യിലിരുന്ന ചീര എറിഞ്ഞു. ഇതെന്താ, ഇന്ന് അമ്മയാണോ അരിയുന്നത്? സാധാരണ മണിക്കുട്ടിയുള്ളപ്പോൾ അടുക്കളയുടെ ഭാഗത്തു പോലും അമ്മ കയറില്ലല്ലോ എന്ന് ചിന്തിച്ച് അവൻ അല്പം അതിശയത്തോടെയാണ് അത് ചോദിച്ചത്. ഓ, അവളിവിടെ വന്നതിന് ശേഷം ഞാൻ പണിയൊന്നും എടുക്കാതെ വെറുതെ തിന്നുകൊണ്ടിരിക്കുകയാണെന്നാ ഇവിടെ ഓരോരുത്തരുടെയൊക്കെ ആരോപണം. അവന് പിന്നാലെ കയ്യിൽ വരുന്ന ശ്രീധരനെ നോക്കി അവര് മുഷിവോടെ പറഞ്ഞു. ആദ്യം അമ്മ എന്താ പറയുന്നതെന്ന് മനസ്സിലാവാതിരുന്നവൻ പിന്നിലെ നിഴലണക്കം കണ്ടതോടെ ഒരു ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി. നോക്കുമ്പോൾ സിറ്റൗട്ടിലും ഹാളിലും ഒന്നും രണ്ടിന്റെ അനക്കമില്ല. എങ്കിൽ പിന്നെ അടുക്കളയിൽ കാണുമല്ലോ എന്ന് കരുതി അവിടെ ചെന്ന് നോക്കുമ്പോഴും അവിടെ ആരുമില്ല. അവന്റെ കണ്ണു ചുരുങ്ങി. രണ്ടും കൂടി എവിടെ പോയി അടുത്തത് എന്താ ഒപ്പിക്കുക എന്നുള്ള ചിന്തയിൽ അവൻ പുറത്തേക്ക് വരുമ്പോൾ കേട്ടു മുറിയിൽ നിന്നും ഉറക്കെയുള്ള ചിരി രണ്ടിന്റെ. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാര്, കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത ഭാഗം വേഗത്തിൽ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.